ഷാലോം ടി വി പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളെ സ്നേഹം പൂക്കുന്ന താഴ്വരകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ചിന്തകളും ചർച്ചകളുമാണ് നാം ഈ പരിപാടിയിൽ ഒരുക്കുക. കാലിക പ്രാധാന്യമുള്ള ഈ വിഷയങ്ങളെ അധികരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ രചിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബ പ്രശ്നങ്ങളെ നോക്കിക്കാണുകയാണ് ഈ പരിപാടിയിൽ നാം. ഇതിനായി നമ്മെ സഹായിക്കാൻ വിദഗ്ധരുടെ ഒരു പാനൽ തന്നെയുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഈ ആദ്യത്തെ എപ്പിസോഡിൽ എത്തിച്ചേർന്നിരിക്കുന്നവരെ നമുക്കേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സന്യാസിനി സമൂഹമായ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ അംഗവും പ്രശസ്ത ഫാമിലി കൗൺസിലറും സാമൂഹ്യ പ്രവർത്തകയുമായ സിസ്റ്റർ നിമ ഗ്രേസിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് നമ്മൾ ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? അമല മെഡിക്കൽ കോളേജിൽ ഡോക്ടറും ലോഫ് എന്ന കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹത്തിലെ അംഗവുമായ ഡോക്ടർ ജോണിയെയാണ് നമുക്ക് ഇനി സ്വാഗതം ചെയ്യാനുള്ളത്. ഇനി ആരെയാണ് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത്? തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് അധ്യാപകനും തൃശൂർ അതിരൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ ഡേസൻ പാണേങ്ങാടിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ ആദ്യ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെഡ്ഡിംഗ് ആൻഡ് മാരേജ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒന്നുകൂടെ ഈ ചർച്ചയിലേക്ക് ഹാർദവമായ സ്വാഗതം. വിവാഹം എന്ന് നമ്മൾ ഇന്ന് ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരുപാടൊരു ആഘോഷങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ആ ദിവസം തീയതി നിശ്ചയിക്കുക, അതിനുള്ള മറ്റൊരുക്കങ്ങൾ ചെയ്യുക, വസ്ത്രം എടുക്കുക, ആഭരണം എടുക്കുക, അതുപോലെ അതിനുള്ള സദ്യ ഒരുക്കുക, അങ്ങനെ ഒരു ആഘോഷങ്ങളാണ് വിവാഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഈ ആഘോഷങ്ങൾ ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിലേക്ക് രൂപപ്പെടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? സിസ്റ്റർ എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച്? ആഘോഷങ്ങൾ വിവാഹത്തിൻ്റെ ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോബിൻ്റെ വിവാഹം ഒരു 3-4 ആഴ്ച നീണ്ടു നിന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തോബിയാസിൻ്റെ വിവാഹാഘോഷങ്ങളും നമുക്ക് മാതൃകയായി കാണുന്ന ഒരു വിവാഹാഘോഷമാണ്. പുതിയ നിയമത്തിലും കാനായിലെ കല്യാണം വളരെ പ്രശസ്തമാണ്. വിവാഹം എന്ന് പറയുമ്പോൾ അത് 2 വ്യക്തികൾ തമ്മിലല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒന്നിപ്പിൻ്റെ അവസരമാണ്. ഒന്നിപ്പിൻ്റെ അവസരം എപ്പോഴും ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണല്ലോ. ഇത് ഇങ്ങനെ മാത്രമല്ല, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ നമ്മുടെ സിറോ മലബാർ സഭയിലും ഒരു സുറിയാനി പാരമ്പര്യത്തിലും ഇങ്ങനെ ഒരു ആഘോഷം കുറേ അധികം നമ്മൾ കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ. തീർച്ചയായിട്ടും നമ്മുടെ സുറിയാനി വിവാഹം എന്ന് പറയുന്നതും ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിവാഹ ആഘോഷമായിരുന്നു. കുടുംബങ്ങളെല്ലാം ഒന്നു ചേരുന്നു, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, തയ്യാറെടുപ്പുകൾ നടത്തുന്നു, ഒപ്പം തന്നെ വരനെയും വധുവിനെയും ഒരുക്കുന്നു. അകന്ന ഒരുക്കം. ഈ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലും പ്രായമായവർ ഇവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുന്നു, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ അതൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു സുറിയാനി കത്തോലിക്കരെ സംബന്ധിച്ച് വിവാഹം എന്നത്. ഒരുപക്ഷെ അത് നമ്മുടെ പാരമ്പര്യത്തിൽ ചെറിയ പ്രായത്തിൽ കല്യാണം നടന്നിരുന്ന കാലഘട്ടത്തിൽ ഈ 2 ആഴ്ച നീളുന്ന കാലഘട്ടത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ഈ വധൂവരന്മാരെ ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അത്. ഡോക്ടർ ജോണിയോട് ഞാൻ ചോദിക്കാം, ഈ കാലഘട്ടത്തിൽ ഈ ആഘോഷങ്ങൾ അതിന് തീർച്ചയായും ഒരു അർത്ഥമുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും ഇതിന്ന് ഒരു ദിവസത്തെ ആഘോഷമായിട്ട്, ആ വെഡ്ഡിങ് ഡേയിലെ ഒരു ആഘോഷമായിട്ട് മാത്രം ചുരുങ്ങി പോകുന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഡോക്ടർ ജോണിക്ക്? കുടുംബാംഗങ്ങൾ കൂടിയുള്ള ആഘോഷം എന്നതിനേക്കാൾ ആർഭാടത്തിനും ധൂർത്തിനും ആ ഒരു ദിവസത്തെ ഇവൻസിന് അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആർഭാടവും ധൂർത്തും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മേ ബി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. എല്ലായിടത്തും കോമ്പറ്റീഷൻ. അപ്പോൾ മറ്റേ ആളെക്കാളും കൂടുതൽ ഞാൻ കാണിക്കണം. പിന്നെ അതിന് പുറമേയുള്ള മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ, ഇവൻറ്റ് മാനേജ്മെൻറ്റ്സ്, അവരുടെ കോമ്പറ്റീഷൻ, അപ്പോൾ അവർ ഇവൻറ്റ് മാനേജ്മെൻറ്റ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ, ഇതൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരിക ഒരു ഘോഷയാത്രയായിട്ടായിരിക്കാം. 10:30 കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിയായാലും വധുവും വരനും പള്ളിമുറ്റത്ത് എത്തിയിട്ടുണ്ടാവും, പക്ഷേ പള്ളിക്കുള്ളിൽ കയറില്ല. ഹോള് വിവാഹ റിസപ്ഷൻ നടക്കുന്ന ഹോള് പള്ളിയോട് ചേർന്നായിരിക്കും, പക്ഷേ അവിടുന്ന് പോകുന്നത് ആനപ്പുറത്ത് അല്ലെങ്കിൽ കുതിര വണ്ടിയിൽ, ഒട്ടകത്തിൻ്റെ പുറത്ത്
അല്ലെങ്കിൽ പ്രത്യേക രഥം അറേഞ്ച് ചെയ്ത് ഇങ്ങനെയുള്ള ധൂർത്തുകൾ ആർഭാടങ്ങൾ വളരെയധികം ഇപ്പം വർദ്ധിച്ചിരിക്കുകയാണ്. വിവാഹം ഒരു എന്താ പറയണ്ടേ വ്യത്യസ്തമാക്കുക ഓരോരുത്തർ ആ ഒരു ട്രെൻഡ് വളരെയധികം കൂടുതലുണ്ട്. വിവാഹത്തിലെ ആർഭാടത്തെക്കുറിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ഈ ആഡംബരവും ആർഭാടമായ കല്യാണങ്ങൾ അതൊരു പേഴ്സണൽ ചോയ്സാണ് ആക്ച്വലി. അത് ഒരു ഫാമിലിയുടെയോ അല്ലെങ്കിൽ ആ കല്യാണം നടത്തുന്ന വ്യക്തിയുടെ ഒരു ചോയ്സാണ്. പക്ഷേ അതിൽ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആർഭാടം നടത്തി കല്യാണം നടത്തുമ്പോൾ അതിൽ ചെറിയ ശതമാനം നമുക്കൊരു ചാരിറ്റി ചെയ്യാനോ അത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ കല്യാണം ചിലവ് ഞാൻ തന്നെയാണ് എടുക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരുപാട് ആഡംബരം പറ്റില്ല, കാരണം എൻ്റെ സാഹചര്യം എൻ്റെ ജോലിയും വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് ആഡംബരം ഇല്ലാതെ ചെറിയ രീതിയിൽ നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ പല ഫാമിലികളും അപ്പനമ്മമാരാണ് നടത്തുന്നത്. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു ചെറിയൊരു ശതമാനം ഒരു ചാരിറ്റിക്ക് പ്രവർത്തിച്ച് ചെയ്താൽ അത് ആ ഒരു കല്യാണത്തിനും അവിടെ നിന്നുള്ള കുടുംബജീവിതത്തിനും വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിവാഹത്തിൻ്റെ ആർഭാടങ്ങൾ അതിൽ കിടക്കുന്നുണ്ടെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. ശരിക്കും നമ്മൾ അത് പ്രശ്നമായി മാറുന്നത് നമ്മളത് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഈവൻ ഇപ്പോൾ തന്നെ നമ്മളൊരു കാർ വാങ്ങിക്കുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഏത് കാറാണ് മേടിച്ചത് എന്ന് നോക്കി നമ്മൾ കാർ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഏത് കാറ് നമുക്ക് എത്ര മേടിക്കാൻ പറ്റും എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ആ രീതിയിൽ തന്നെയാണ് വിവാഹത്തിനുള്ള ചടങ്ങുകളും അതിൻ്റെ ആഡംബരവും. നമ്മൾ വിവാഹത്തിൻ്റെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം വേണം, ആ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യണം. അല്ലാതെ അപ്പുറത്തുള്ള ആൾ ഇങ്ങനെ ചെയ്തു, അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തുള്ള ആൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ആഡംബരവും കാര്യങ്ങളൊക്കെ പ്രശ്നമാവുന്നത്. ഇപ്പോഴത്തെ കാലത്തെ വിവാഹങ്ങളെന്ന് പറയുന്നത് വലിയ ആഡംബരം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വളർന്നു വന്നിരിക്കുന്ന ഒരു ക്ലാസ്സും ഒരു സ്റ്റാറ്റസും അനുസരിച്ചിട്ടുള്ള വിവാഹങ്ങളാണ് അവരവരുടെ ഫാമിലീസ് നടത്തുന്നത്. അപ്പോൾ കുറേ ഡിഷസ് വെച്ച് കുറേ വേസ്റ്റേജ്, അതൊക്കെയാണ് ആഡംബരങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഡ്രസ്സ് എടുത്തു, അതിനനുസരിച്ച് ഒരുങ്ങി, അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങി, അതൊന്നും വലിയ ആഡംബരം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ അതേപോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാരൻസ് അത്രയും ഒരു മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നടത്തുക. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യലുകളാണ് ആഡംബരം എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ പാരൻസിന് അതിനുള്ള ഒരു സ്ഥിതി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണോണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വാടകയ്ക്ക് ഇതെടുത്ത് അത് നടത്തേണ്ടതാണ്. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ് ജീവിക്കേണ്ടത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കടത്തിലേക്ക് പോണ പോലെ ആയിരിക്കരുത് ജീവിതം. അതല്ലാതെ നമുക്കുള്ളതനുസരിച്ച് നമ്മൾ ചെയ്യണോണ്ട് യാതൊരു തെറ്റുമില്ല. പലപ്പോഴും ഇപ്പോൾ നമ്മൾ വിവാഹത്തിന് വേണ്ടി ചിലവാക്കുന്ന കാശ് ഓരോ പ്രാവശ്യം തോറും ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. ഓരോ വർഷം തോറും നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് കൂടിക്കൊണ്ട് വരിക. പലപ്പോഴും നമുക്ക് ആർഭാടമായിട്ട് നടത്താൻ താല്പര്യമില്ലെങ്കിലും സമൂഹത്തിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് പലപ്പോഴും ഭയങ്കരമായിട്ട് കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരാം. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് ഇതിൻ്റെ കാശ് കുറയ്ക്കലും. അങ്ങനെ നമ്മൾ കുറച്ചൊരു സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ആ കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കല്യാണം എടുക്കുക, ഫുഡ് ഐറ്റംസ് നോക്കി കഴിഞ്ഞാൽ ചിലർ ഒരു 40 ഐറ്റം 50 ഐറ്റം വയ്ക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾക്ക് കഴിക്കാൻ പറ്റാവുന്നത് വേണമെങ്കിൽ ഒരു 10 ഐറ്റം കഴിക്കാം, അല്ലെങ്കിൽ റൈസ് കഴിക്കുക, 2 ഡിഷ് കഴിക്കുക. അതിന് വേണ്ടി ഒരു 150 ഐറ്റം 50 ഐറ്റം വയ്ക്കുന്നത് എനിക്കത് അത്രയും അതൊരു ആർഭാടമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പം അത് കൂടി വരികയാണ്. അതിലെനിക്ക് അത്ര താല്പര്യമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ എല്ലാ കേസിലും ഇപ്പോൾ ആഘോഷമായാലും കല്യാണത്തിൻ്റെ ഡ്രസ്സിങ് ആയാലും ഫ്ലവർ ഗേൾസ് എല്ലാം ഇത്തിരി കൂടുതലായി വരുന്നുണ്ട്. അതിലെനിക്ക് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. ആഘോഷങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടെന്ന് കേൾക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. ഇതിൽ പറഞ്ഞ പോലെ ഷെയർ ചെയ്തതുപോലെ ഇതൊരു പേഴ്സണൽ ചോയ്സാന്ന് പറഞ്ഞു. പക്ഷേ പേഴ്സണൽ ചോയ്സ് ആണെങ്കിലും ചിലർക്കൊരു സമ്മർദ്ദം ഉണ്ടാവുന്നു. ബാക്കിയുള്ളവർ ചെയ്തതുപോലെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും അതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് തങ്ങൾക്ക് പറ്റുന്നതിലധികം ഭാരം എടുത്തു വയ്ക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട്. ഇങ്ങനെ സ്വയം വിവാഹം നടത്തിയാലും അങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുവിധം എഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുടുംബങ്ങൾക്കാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല. പക്ഷേ സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പലരും ഷെയർ ചെയ്ത് കേട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ കടത്തിലേക്ക് പോകുന്നു, കുടുംബങ്ങളായാലും വ്യക്തികളും ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ. അതിനെക്കുറിച്ച് എന്താ ഡിസ്മാഷിന് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, നേരെ സൂചിപ്പിച്ച പോലെ സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണെങ്കിലും ഇതൊരു വ്യക്തിയുടെ ചോയ്സ് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു സാമൂഹ്യ സമ്മർദ്ദമാണ്. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരാൾ 10 ലക്ഷം രൂപ ചിലവാക്കി നടത്തുന്ന ഒരു വിവാഹത്തിൽ എൻ്റെ കയ്യിൽ ചിലവഴിക്കാനുള്ളത് 2 ലക്ഷമാണെങ്കിൽ ആ 8 ലക്ഷത്തിൻ്റെ അന്തരം എന്നിലുളവാക്കുന്ന സമ്മർദ്ദം അത് നമുക്ക് പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു വലിയ കാര്യമാണ്.
പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആഘോഷങ്ങൾക്കിടയിലുള്ള അമിതമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ അത് അവർ ചെയ്തു അല്ലെങ്കിൽ ഇവർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തില്ലെങ്കിൽ അതെനിക്ക് സമൂഹത്തിലൊരു കുറവാകുമോ എന്നുള്ളൊരു ചിന്ത ധരിച്ചു വയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. പ്രത്യേകിച്ച് വിവാഹത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാറ് അതിപ്പോൾ ഒരു പോർഷായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആഡംബരത്തിൻ്റെ പ്രതീകമായി കഴിഞ്ഞു. സ്റ്റേജ് ഡെക്കറേഷൻ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി കഴിഞ്ഞു. പള്ളിയിലെ അൾത്താരയുടെ ഡെക്കറേഷനൊക്കെ 50,000 രൂപയും 1,00,000 രൂപയൊക്കെ ചിലവഴിക്കാൻ മടിയില്ലാത്തൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ സാധാരണക്കാരനെ അവൻ്റെ ഒരു സാധ്യതയ്ക്ക് അപ്പുറത്ത് ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ അവൻ്റെ പരിമിതി സാമ്പത്തിക പരിമിതിക്ക് അപ്പുറത്തുനിന്ന് ചിന്തിക്കാവുന്ന ഒരു വലിയ സമ്മർദ്ദം ഇതിലുണ്ടാക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് വലിയൊരു അപകർഷത ബോധം ഉണ്ടാക്കുകയും മറ്റൊരു വിഭാഗത്തിന് ഈ ഒരു അപകർഷാബോധത്തെ തരണം ചെയ്യാനുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി എവിടെന്നെങ്കിലും കുറേ പൈസ സ്വരുകൂട്ടി എവിടെയെങ്കിലും ലോണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടക്കണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് പോകുന്ന അവസ്ഥയും നമ്മുടെ നാട്ടിൽ അത് ഇഷ്ടംപോലെ കാണാവുന്ന നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാവുന്ന റിയാലിറ്റിയാണ്. അയൽവക്കത്തെ പണക്കാരൻ 1,00,000 രൂപ അലങ്കാരത്തിന് ചെലവാക്കുമ്പോൾ 10,000 ചെലവാക്കാനുള്ള ടെൻഡൻസി പാവപ്പെട്ടവന് മുകളിലേക്ക് വരുന്നു എന്നുള്ളത്. അയൽപ്പക്കാരൻ്റെ 1,00,000 എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെങ്കിലും ഈ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ആ 10,000 പോലും അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു വ്യത്യസ്തത കാണിക്കാനുള്ള ധൈര്യം കാണിക്കണം. അത് ഒരാൾ മാത്രമല്ല, ഒരു സമൂഹം തന്നെ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കാര്യം പ്രത്യേകിച്ച് ഇവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വിവാഹങ്ങൾ ഇങ്ങനെ ആഘോഷത്തിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് ആയിപ്പോയിരിക്കുമ്പോൾ കുടുംബങ്ങൾക്കായാലും വ്യക്തികൾക്കായാലും എന്താണ് ഒരു മാറ്റത്തിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്യാൻ പറ്റുക? എന്ത് പ്രായോഗികമായിട്ട് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുമോ? അതിന് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അതിന് സജഷൻ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ ഒട്ടാകെ നമ്മുടെ കത്തോലിക്ക സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലൊട്ടാകെ ഒരു ബോധവൽക്കരണം അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ആർഭാടങ്ങൾ ധൂർത്തുകൾ മാക്സിമം ഒഴിവാക്കും. കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ മാത്രം കൂടി നമ്മളൊരു ആഘോഷമായിട്ട് നടത്തും. ധൂർത്ത് അല്ലെങ്കിൽ ആർഭാടങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കും എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ ചുറ്റുമുള്ളവരെ, നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ബോധവാന്മാരാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തത നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യസ്തത ഏറ്റുപിടിക്കാൻ പിന്നെയും നമുക്ക് കൂടുതൽ ആളെ കിട്ടി എന്നിരിക്കും. ഈ പറഞ്ഞതുപോലെ നമ്മളെ വിളിച്ചവരെ എല്ലാവരെയും വിളിച്ച് അതിലും വലിയൊരു ആഘോഷമായിട്ട് നടത്താൻ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് പറ്റില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുറേ ആൾക്കാർ മുൻകൈ എടുത്ത് ഒതുക്കി നടത്തണം, ആഘോഷങ്ങൾ നടത്തണം. അപ്പോൾ അതൊരു അത് മെയിനായിട്ടും ഒരു ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒഴിവാക്കാൻ സാധിക്കും. അതിന് നമുക്ക് രണ്ട് വിധത്തിലുള്ള വിവാഹങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിൻ്റെ മക്കളുടെ കല്യാണത്തിനൊക്കെ അദ്ദേഹം സ്ട്രീറ്റിൽ അലഞ്ഞു നടക്കുന്നവരെ വിളിച്ച് വേറൊരു സദ്യ കൊടുക്കുകയും എന്നാൽ സാധാരണ പോലെ ആഘോഷം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കുടുംബങ്ങൾ ഈ വിളിച്ച ആൾക്കാരെ അല്ലെങ്കിൽ അയൽവക്കക്കാരെ എത്ര പേരെ വിളിച്ചു എന്ന് നോക്കി അങ്ങനെ 300 ആണെങ്കിൽ ഇവിടെ 500 ആക്കണം, അങ്ങനെയുള്ളൊരു സമ്മർദ്ദത്തിലേക്ക് വീഴാതെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ച് വിവാഹം നടത്തുന്ന ഒരു പതിവൊക്കെ ഉണ്ട് ചില കുടുംബങ്ങളിൽ. ഡേസൻ സാറിൻ്റെ വിവാഹം തന്നെ എനിക്ക് തോന്നുന്നു അതിനൊരു ഉദാഹരണമാണെന്ന് തോന്നുന്നു. ഡേസൻ സാറിന് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താ അതിനെക്കുറിച്ച് പറയുക? അതായത് ഇത് സമൂഹം നമ്മളെന്തൊക്കെ പറഞ്ഞാലും സമൂഹം ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. എൻ്റെ വിവാഹത്തിന് 2010 എൻ്റെ വിവാഹം നടന്ന് 2010 എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് 100 പേരെ മാത്രമാണ് എൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ തലയാഴ്ചയായിരുന്നു എൻ്റെ ചേട്ടൻ്റെ പട്ടമുണ്ടായിരുന്നു, തിരുപ്പട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലാളിത്യവൽക്കരിച്ചിട്ടുള്ളൊരു വിവാഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ്, അത്തരത്തിലൊരു സാധ്യതയാണ് എൻ്റെ വിവാഹത്തിലൂടെ ഞാൻ ആഗ്രഹിച്ചത്. 100 പേര് മാത്രമാണ് വിവാഹ ചടങ്ങുകളിൽ അതിൻ്റെ സദ്യ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും അന്ന് എനിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട സമ്മർദ്ദം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സമൂഹത്തിൽ അത്യാവശ്യം പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്, ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇടവകയുടെ മിക്കവാറും എല്ലാ വീടുകളിലും വിവാഹത്തിന് സന്ദർഭവശാൽ പോകുന്ന സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇടവകയിൽ തന്നെ ഏതാണ്ട് 1432 കുടുംബങ്ങളുണ്ട്. ഇതര മതസ്ഥരായിട്ടുള്ള 1000-ഓളം കുടുംബങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കിയ വലിയൊരു സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു നന്മയായിട്ട് ഞാൻ കാണുന്നു. വളരെ ചെറിയ രീതിയിൽ വളരെ ചുരുക്കം ആളുകൾക്ക് വേണ്ടി ക്രമീകരിക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷേ ഇത് സമൂഹത്തിലൊരു പക്ഷേ നെഗറ്റീവ് രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു ആർജവം കാണിക്കേണ്ടത്. അത് സമൂഹം പറയേണ്ടത് പറയട്ടെ. നമ്മുടെ യുക്തിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ, ദൈവത്തിൻ്റെ നന്മയ്ക്ക് മുൻപിൽ ഞാൻ എൻ്റെ വിവാഹം ചെയ്ത അത്തരമൊരു കാര്യം തന്നെയായിരുന്നു. ഒരു ചെറിയ ഞങ്ങളുടെ നാട്ടിലുള്ള ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ മേഖലയിലേക്ക് വരെ അത് എത്തി നിൽക്കാം.
ഇപ്പം നമ്മളൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇതിന് കൊടുക്കാൻ നമുക്ക് പറ്റുമോ, ഇങ്ങനെ ഒരു ആർഭാടത്തെ നിയന്ത്രിക്കാൻ? സത്യം പറഞ്ഞാൽ നമുക്കൊരു കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ വീക്ഷണത്തിൽ ഒരു പൊതു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമൊന്നുമല്ല. ഇത് അവനവൻ, നേരത്തെ യുവാവ് സൂചിപ്പിച്ച പോലെ തന്നെ, ഇത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന, അവനവൻ്റെ കുടുംബ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന കാര്യമാണ്. അവരവരുടെ യുക്തിക്കനുസരിച്ച് ദൈവ സാന്നിധ്യ സ്മരണയോടുകൂടി കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാനും, എൻ്റെ കുടുംബത്തിലെ വിവാഹം, എൻ്റെ വിവാഹം, എൻ്റെ മക്കളുടെ വിവാഹം അത് ദൈവത്തിന് ചേർന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രൈസ്തവന് ചേർന്ന രീതിയിൽ, ബജറ്റിന് ഉൾക്കൊള്ളുന്ന രീതിയിൽ അവനവൻ്റെ വരുമാന പരിധിക്കനുസരിച്ച് ചെയ്യാനുള്ള ആർജവം ഉണ്ടാകുക, അതിനുള്ള നയപരമായിട്ടുള്ള തീരുമാനമെടുക്കുക, അത് അവനവനിൽ മാത്രം കേന്ദ്രീകൃതമായ, അവനവൻ്റെ കുടുംബത്തിൽ മാത്രം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുക. അല്ലാതെ പൊതുവായിട്ടൊരു നിർദ്ദേശം കൊടുത്ത് അങ്ങനെ ഒരു അതിനൊന്നും വലിയ റിയാലിറ്റി ഇല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചിന്ത. എനിക്ക് തോന്നുന്നത് സമൂഹത്തിലെ എലീറ്റ് ഫാമിലീസ് എന്ന് നമ്മൾ പറയില്ലേ, അവർ കാണിക്കുന്നതെല്ലാം കാണിക്കാനാണ് കുറേ പേര് പരിശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമൂഹം അല്ലെങ്കിൽ ഒരു ഇടവകയിൽ മാതൃകയായിട്ട് ഇവരനുകരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് തങ്ങളുടെ ആഘോഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം സ്വമേധയാ വരുത്തുകയാണെങ്കിൽ സാവകാശം ഇത് താഴ്ന്ന് ഒരു കൗദാശിക പ്രാധാന്യമുള്ള വഴിയിലേക്ക് സഞ്ചരിക്കും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. വിവാഹത്തിന് നൽകുന്ന ഈ അമിത ശ്രദ്ധ, അല്ലെങ്കിൽ വിവാഹ ദിവസത്തെ ആഘോഷങ്ങൾക്ക് നൽകുന്ന ഈ അമിത ശ്രദ്ധ ശരിക്കും ആവശ്യമുള്ളത് വിവാഹം എന്ന കൂദാശയുടെ പ്രാധാന്യവും അത് കഴിഞ്ഞുള്ള ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ആ നവദമ്പതികളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഒരുക്കാൻ അല്ലേ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സിസ്റ്റർക്ക് വിവാഹത്തെ സഹായിക്കുന്ന ആളെന്ന നിലയിൽ സിസ്റ്റർക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും പല കുട്ടികളും എന്നോട് പറയാറുള്ളത് ഇതാണ്, ആകെ ഒരു കല്യാണമല്ലോ, അത് ആഘോഷമാക്കണ്ടേ. അപ്പോൾ എന്നിട്ട് ഇവർ വിവാഹത്തിന് ശേഷം പറയുന്നൊരു കാര്യമാണ്, കല്യാണത്തിന് താലി കെട്ടാൻ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ വിചാരം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ ശരിയാക്കിയാവോ, എൻ്റെ അപ്പനും അമ്മയും അത് വേണ്ട പോലെ തയ്യാർ ചെയ്താവോ, അല്ലെങ്കിൽ സദ്യ ഇന്ന സ്ഥലത്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഏൽപ്പിച്ചു ആവോ എന്നുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് പലപ്പോഴും അച്ഛൻ പറയുന്ന പ്രബോധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ ആഘോഷം വരുത്താറുണ്ടെന്ന് അവർ പറയാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിവാഹ ആഘോഷങ്ങളും കൂദാശ ചെയ്യുമ്പോഴും വൈദികൻ്റെ ഒരു പ്രധാന ദൗത്യമാണ് വിവാഹത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിനുശേഷമുള്ള ജീവിതത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രബോധനം നടത്തുക എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തിരുപ്പട്ട സ്വീകരണത്തിലായാലും സന്യാസവ്രത വാഗ്ദാന സമയത്തിനായാലും മെത്രാൻ അതൊരു പ്രബോധനത്തിൻ്റെ അവസരമായിട്ടാണ് എടുക്കുക. വിവാഹ സമയത്തും വൈദികൻ ഇതെല്ലാം പറയുന്നുണ്ടാവും. ഏറ്റവും അധികം കേൾക്കേണ്ട വരനും വധുവും പോലും അത് പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാത്ത സമ്മർദ്ദത്തിൽ ആഴ്ന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നത് മറ്റ് സമ്മർദ്ദങ്ങൾ കുറയുമ്പോൾ തീർച്ചയായും ഇവർ കുറേയും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഇങ്ങനെ അവരെ ഒരുക്കുന്ന ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഇപ്പം നമുക്കതൊക്കെ കൈമോശം വന്നു പോയിട്ടുണ്ട്. വിവാഹം ചൊല്ലിക്കേൾക്കൽ, വിവാഹത്തിനുള്ള നമസ്കാരം ചൊല്ലിക്കേൾക്കൽ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. വളരെ അപൂർവം പേർക്കെങ്കിലും നമ്മൾ എന്തായാലും നീ ഇനി കെട്ടാൻ പോവല്ലേ, പൊക്കോ, സ്വർഗസ്ഥനായ പോലും പൂർത്തിയാക്കാൻ അറിയാത്തവരെ പലപ്പോഴും വൈദികർ നിവൃത്തി കേടുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം തീരുമാനിച്ചില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പുലിവാലുണ്ടാവണ്ട എന്ന് പറഞ്ഞു വിടുന്ന അവസ്ഥകൾ നമ്മളിപ്പോൾ കൂടി വരുന്നു. മുമ്പത് അപ്പോഴും ഇപ്പോഴും അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വന്നു കുറേ നാൾ കുർബാന കൂടാതെ വന്ന അപൂർവം ചിലർക്കായിരുന്നു ആ എക്സെപ്ഷൻസ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മക്കൾക്കും അത് ഭയങ്കരമായ അവസ്ഥ. എന്നാൽ ഏതെങ്കിലും അച്ഛന്മാർ അത് ഇത്തിരി കർക്കശ്യത്തോടു കൂടി പറയുകയാണെങ്കിൽ ആ അച്ഛൻ പൊട്ടയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റർ ശരിയല്ല, എന്തിന് ഇത്ര അധികം ആവശ്യം, കല്യാണം ഞാനല്ല കഴിക്കണേ എന്നൊക്കെയുള്ളൊരു ആർഗ്യുമെൻ്റ് ചെയ്യാനാണ് നമ്മുടെ മക്കൾ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ആ വിവാഹം ചൊല്ലിക്കേൾക്കൽ ഏതാനും നമസ്കാരങ്ങൾ പഠിച്ച് പറയൽ എന്നതിനേക്കാൾ അപ്പുറം അത് ഈ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട അവസരമായി ഉപയോഗിക്കുന്ന ഒത്തിരി വൈദികരുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവം അങ്ങനെയാണ്. ഞാൻ വിവാഹത്തിന് ചൊല്ലി കേൾപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ അച്ഛൻ ഡോക്ടറല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ പറയാനുള്ളത് പറയുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ ക്രമങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അതിനുള്ളൊരു അവസരം കൂടിയാണ് ഈ വിവാഹത്തിന് ചൊല്ലിക്കേൾക്കാനുള്ള അവസരം എന്നുള്ളത്. പലപ്പോഴും പലരും ധൃതിയിൽ അതിന് സമയം കണ്ടെത്താതെ ടൈറ്റ് പിടിച്ച് 5 മിനിറ്റിൽ തീർക്കണം അച്ഛാന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്ന അവസരങ്ങളിപ്പോൾ ഉണ്ട്. വസ്ത്രം എടുക്കാൻ പോകണം, അതിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദം പലപ്പോഴും അവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും
ഈ വിവാഹാർത്ഥികളുടെ സമ്മർദ്ദം ഇത് നിർവഹിക്കപ്പെടേണ്ട സമർപ്പിതരിലേക്കും പടരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഒരു യുവതലമുറയുടെ ഒരു പ്രതികരണം കൂടി ഈ ഒരു വിഷയത്തിൽ, അതായത് ആഘോഷങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് കാണാം. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് ഈ കൂട്ടുകാരൊക്കെ കൂടി, ഇവർക്കറിയില്ല, ആർക്കും അറിയില്ല, വീട്ടുകാർക്കൊന്നും അറിയില്ല, അവർ കഥ കടിച്ച് കിടന്നു. ഇവർ മോളിൽ കൂടെ AC ഒക്കെ ബാക്കിയുണ്ട്, അതിന് മോളിൽ കൂടെ വെള്ളം ഒഴിച്ചപ്പോൾ ഷോർട്ടായിട്ട് എർത്തടിച്ച് മരിക്കുക ചെയ്തു ഇവർ രണ്ടാളും ആദ്യം ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് തന്നെ. അപ്പോൾ നമുക്കറിയില്ല, അപ്പോൾ ഓരോ കൂട്ടുകാരന്മാർ ചെയ്യണു, അവർക്ക് അതൊന്നും വിചാരിച്ചിട്ട് ചെയ്യണത്, അവരൊരു ആർഭാടമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവരെ പേടിപ്പിക്കാനായിട്ട് ചെയ്തതാണ്. പക്ഷെ അത് അപകടത്തിലാണ് കലാശിച്ചത്. പിന്നെ ചിലവർ ആർഭാടാക്കാൻ വേണ്ടി ഈ കുതിരപ്പുറത്ത് വധുവിനെ കയറ്റി പോകുന്ന ഇതൊക്കെ ഉണ്ട്, അതും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഇതേപോലെയുള്ള കുതിരത്തരങ്ങൾ അതൊക്കെയാണ്. ഒരു പരിധി വരെ ചീഞ്ഞ മുട്ടയേർ, അവനെ കുളിപ്പിക്കൽ, നട്ടപ്പാതരയ്ക്ക് ബീമ്പ് കെട്ടിയിടുക, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ വിവാഹം അതുപോലെയുള്ള ഒരു ചടങ്ങിൽ അതിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള ചെളി തേക്കൽ, എന്താ പറയുക, ഫോഗ് മുഖത്തേക്ക് അടിക്കുക, പ്രത്യേകിച്ച് എന്താ പറയുക, കല്യാണം കെട്ടി നടക്കുന്ന സമയത്ത് ആൾക്ക് മുഖം കാണാത്ത രീതിയിൽ ഫോഗ് മുഖത്ത് അടിക്കുക, എന്നൊക്കെ പറയുന്നത് വളരെ മ്ലേച്ഛമായൊരു കാര്യമാണ്. ഒരിക്കലും നമുക്കത് അനുവദിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ തീർച്ചയായും നമ്മൾ പാലിക്കേണ്ട ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ പാളിച്ച തന്നെയാണ്. നമ്മൾ ഈ ബൈറ്റിൽ കണ്ടതുപോലെ സുഹൃത്തുക്കൾ കല്യാണ ദിവസം വ്യത്യസ്തമാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കുസൃതി തരങ്ങൾ ചിലപ്പോൾ ഇന്നസെൻ്റായിട്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് പലപ്പോഴും പല അപകടങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. സിസ്റ്ററിൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ ഇത്തരം അപകടങ്ങളെക്കുറിച്ച് സിസ്റ്റർ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തികളെ വെളിപ്പെടുത്തണ്ട എങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ സിസ്റ്റർക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം ആദ്യ വിവാഹ രാത്രിയിൽ തന്നെ മാനസികമായി അപ്സെറ്റായ ഒത്തിരി കപ്പിൾസിനെ കൗൺസിലിങ്ങിൽ കണ്ടുമുട്ടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല വ്യക്തികളാണ് വിവാഹത്തിന് മുമ്പ് ആയിരുന്നത്. അവരെ നല്ല പക്വതയും പാകതയോടും കൂടി വിവാഹത്തിന് ഒരുങ്ങി വിവാഹം കഴിച്ച പല ദമ്പതികൾക്കും സുഹൃത്തുക്കളുടെ ഈ അമിത ഇടപെടൽ മൂലം ജീവിതം തന്നെ ദുരന്തപൂർണമായി തീർന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ഫാനിന് പകരം പറക്കുന്ന കോഴിയെ കൂട്ടിക്കെട്ടിയിട്ട് ഇവർ ലൈറ്റ് ഓഫ് ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ അതിൻ്റെ ചിറക് റിലീസ് ചെയ്ത് ഭയപ്പെടുത്തുന്ന, അത് തൊട്ട് ഡ്രാക്കുളയുടെ ശബ്ദമുണ്ടാക്കി അവരെ ഷോക്കിലേക്ക് നയിക്കുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പിറ്റത്തെ ദിവസം നേരെ അവർ പോകുന്നത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനാണ്. അത്രയും വലിയ അപകടങ്ങൾ ഈ സുഹൃത്തുക്കളുടെ അനാവശ്യമായ ഇടപെടൽ മൂലം, ഒരുപക്ഷെ അവർ ഇവരോടുള്ള സ്നേഹം കാണിക്കാനോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കാം. പിന്നീട് ഇവരുടെ മാത്രമല്ല, ഇത് ചെയ്തവൻ്റെ ഫാമിലിയും അവൻ്റെ മനസാക്ഷിയും ഒരുപാട് കുറ്റബോധത്തിലേക്ക് പോയി അവൻ്റെ വിവാഹം അവരുടെ കുടുംബജീവിതം പോലും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതലായും ഇങ്ങനത്തെ വെറൈറ്റികൾ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ വടക്കൻ കേരളത്തിലാണ് ഇത് വളരെ പ്രാമുഖ്യം ആയിട്ട് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ സമുദായത്തിൻ്റെ ഇടയിലും ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചെറുക്കൻ്റെയും ഇവരുടെയും അനുവാദത്തോടു കൂടി തന്നെ കുസൃതി ചെയ്യാൻ, എന്താണെന്നറിയില്ല, എന്നാൽ കുസൃതി ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സൊറ പറച്ചിൽ എന്നാണ് അതിൻ്റെ ഒരു പേരായിട്ട് അവർ പറയണത്. ഒരു വെറൈറ്റി ഉണ്ടാക്കിയാൽ പോലും മനസ്സിനെ മുറിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലെങ്കിലും പ്രവർത്തിക്കാതിരിക്കാനുള്ളൊരു ധാരണ, ഒരു അവബോധം സുഹൃത്തുക്കളും കാണിച്ചാൽ വളരെ നല്ല. പക്ഷേ കാരണം ഇവരുടെ ഇടപെടൽ അത്ര അധികമാണ് ഇന്നത്തെ പല വിവാഹങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. സുഹൃത്തുക്കളുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കാര്യം, ഇത് കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ആ രാത്രി തന്നെ പിന്നെ ഈ കപ്പിൾ തന്നെയാവുന്നു. ഈ സുഹൃത്തുക്കളുടെ ഒന്നും ഒരു സപ്പോർട്ടോ ഒന്നും അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് കിട്ടുന്നില്ല. മാത്രമല്ല ഈ പെൺകുട്ടി ഒരു പക്ഷേ ഒത്തിരി ആശങ്കയിലായിരിക്കും ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. തീർത്തും ഒരു അപരിചിതമായ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന ആ സമ്മർദ്ദം ഓൾറെഡി ഉള്ള കുട്ടിക്കാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം ചിലപ്പോൾ മനസ്സിന് വല്ലാത്ത മുറിവേറ്റ്, അങ്ങനെയായിരിക്കും സിസ്റ്റർ പറഞ്ഞ പോലെ പലരും വല്ലാത്ത ഡിപ്രഷനിലൊക്കെ ആയിരിക്കും. ആദ്യം രാത്രി കഴിയുമ്പോൾ തന്നെ
ഒരു പക്ഷേ ഹെൽപ്പ് വേണ്ട ഒരു സാഹചര്യത്തിൽ എത്താനൊക്കെ കാരണമാകുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ആഘോഷങ്ങളും സുഹൃത്തുക്കളുടെ ചിലപ്പോൾ അനുചിതമായ ചില ഇടപെടലുകളും മൂലമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ജോൺ ഡോക്ടർ എന്തെങ്കിലും അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു അനുഭവം പങ്കുവയ്ക്കാനുണ്ടോ? അല്ല, എനിക്ക് പൊതുവിലെ ഇതാ പറയാനുള്ളത്. മാര്യേജ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. വെഡ്ഡിങ് ഡേ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡല്ല, അതിൻ്റെ ആരംഭമാണ്. അന്നത്തെ സെറിമണികൾ അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആരംഭമായിട്ട് കണക്കാക്കണം. അന്നത്തെ കൗതാശികമായിട്ടുള്ള അല്ലെ പള്ളിയിലെ ചടങ്ങുകൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അതിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ആഘോഷങ്ങൾ മാത്രം അതിനനുബന്ധിച്ച് നടത്തുവാൻ നമ്മൾ തയ്യാറാകണം. വെഡ്ഡിങ്ങിനോട് അനുബന്ധിച്ചുള്ള കുട്ടിക്കളികൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാലും ഇപ്പം അനുഭവസ്ഥർ പറഞ്ഞു, അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാർ പറഞ്ഞു, അതുകൊണ്ട് ധാരാളം ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങൾ അതെല്ലാവരും മനസ്സിലാക്കണം. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയായിരിക്കില്ല പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ കുട്ടിക്കളികൾ തീരാ വിനാശങ്ങൾ വരുത്തും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ അനാവശ്യ കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇന്ന് നമ്മൾ ചിന്തിച്ചത് വിവാഹത്തിലെ ആഘോഷങ്ങൾ തീർച്ചയായും ആവശ്യമുണ്ട്. അത് ബിബ്ലിക്കലാണ്. ഒപ്പം നമ്മുടെ പാരമ്പര്യത്തിലും വിവാഹത്തിലെ ആഘോഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് രണ്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നതിലേറെ സഹായിക്കുന്നു. എന്നാൽ ഇന്ന് ചിലപ്പോൾ ആഡംബരങ്ങൾ കടന്നു വന്ന്, അമിതമായ ആഡംബരങ്ങൾ കടന്നു വന്ന് ഇന്ന് ആ ആഘോഷങ്ങളുടെ അർത്ഥവും അന്തസത്തയും പലപ്പോഴും നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് വളരുന്നു. യുവജനങ്ങൾ പങ്കുവെക്കുകയായിരുന്നു, അങ്ങനെയുള്ള ആ അമിതമായ പ്രഷർ ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നടത്തുകയും എന്നാൽ ഒപ്പം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കണമെന്ന് അവർ പങ്കുവച്ചു. ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെ അനാവശ്യ ഇടപെടലുകൾ, ആദ്യ ദിവസത്തെ വിവാഹ ദിവസത്തെ സുഹൃത്തുക്കളുടെ അനാവശ്യ ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ കണ്ടു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ വിവാഹമെന്ന അല്ലെങ്കിൽ ആ ഒരു കൂതാശയ്ക്കുള്ള ഒരുക്കം വളരെ ആവശ്യമാണെന്നും നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതാണ്ട് കുറേ അധികം ഈ മേഖലകളിലേക്ക് കടന്ന് വിവാഹ ദിവസത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. വിവാഹത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇതോടെ പൂർണ്ണമാവുകയാണ്. വിവാഹ ദിവസത്തെ ആഘോഷങ്ങൾ ദമ്പതികൾക്ക് അവരുടെ കുടുംബജീവിതം നയിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ സ്നേഹത്തോടെ നമുക്ക് കാത്തിരിക്കാം.